അതായത് അവരുടെ വീട്ടിൽ അതിൻ്റെ വീഡിയോ എനിക്ക് അയച്ചു തരാണ്. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഇത് സംഗതി, ഇത് സത്യമാണ്. വെളിയങ്കോട് ഭാഗത്ത് പല സ്ഥലങ്ങളിലും ഈ കുന്നംകുളം ഭാഗത്തു നിന്നാണ് ഈ പടക്കം നിർമ്മിച്ചിട്ടുള്ളത്. അവർക്കിത് പടക്കം നിർമ്മിക്കുന്നവർക്ക് എന്തോ ഒരു അറബി പുസ്തകമാവാം, അല്ലെങ്കിൽ സ്കൂളിലെ പാഠബുക്കാവാം എന്നല്ലേ അപ്പോൾ അവർ കരുതുള്ളൂ. വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ന്യൂ ഇയർ ആഘോഷിച്ചിട്ടുണ്ടാവും, പടക്കം പൊട്ടിച്ച ആളുകളും ഇല്ലാത്ത ആളുകളുണ്ടാവും. നിങ്ങൾ പടക്കം പൊട്ടിച്ച സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ചോദിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് അതിലെ പേപ്പറുകൾ കീറിക്കൊണ്ട് പല ആളുകളും പടക്കം ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നു എന്നുള്ളൊരു ഞെട്ടിക്കുന്ന കാര്യമാണ്. അതായത് കുട്ടികൾക്ക് കിട്ടിയ പടക്കങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഖുർആനിലെ പേജുകൾ കീറിക്കൊണ്ടാണ്. എത്ര ഗൗരവമുള്ള കാര്യമാണ്. കുന്നംകുളം ഭാഗത്ത് നിന്നാണ് പടക്കം വാങ്ങിയിട്ടുള്ളത്. ഒരു പക്ഷേ ഈ പടക്കം ഉണ്ടാക്കുന്ന ആള് മനഃപൂർവ്വം ചെയ്തതാകാം, അല്ലാത്ത പക്ഷം അയാൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയും ഉണ്ടാവില്ലായിരിക്കാം. അതുകൊണ്ടാകാം അത് കട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി കുന്നംകുളംകാർക്ക് ഈ പടക്കം കിട്ടുന്നത് കുന്നംകുളത്ത് നിന്ന് തന്നെയാണോ എന്ന് നമുക്കറിയില്ലല്ലോ.